സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. തിഹാർ ജയിലിന് മുന്നിൽ അരവിന്ദ് കെജ്രിവാളിനെ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സ്വീകരിച്ചു. ജയിലിന് പുറത്തെത്തിയ കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. താൻ സത്യസന്ധനെന്നും ജീവിതം രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതെന്നും കെജ്രിവാൾ പറഞ്ഞു. എത്ര തകർക്കാൻ ശ്രമിച്ചാലും താൻ തകരില്ല, കെജ്രിവാൾ പറഞ്ഞു. मैं देश की सेवा करता रहूं और ये जितनी राष्ट्र विरोधी ताकतें हैं जो देश के विकास को रोक रही हैं, जो देश को बांटने का काम कर रही हैं, जो देश को अंदर से कमजोर करने का काम कर रही हैं, जिंदगी भर में इनके खिलाफ लड़ा हूं, आगे भी ऐसे ही लड़ता रहूंगा. ഡൽഹിയിൽ നിന്നും വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, വളരെ വികാരഭരിതമായൊരു പ്രസംഗമാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിന് പുറത്തു വന്നതിന് ശേഷം നടത്തിയത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്നും നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുന്നത്? തീർച്ചയായും എസ്കെൻ, ഉപാധികളോടെയാണ് ഇന്ന് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത്. ഈ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വൈകിട്ടോടെ അദ്ദേഹം തിഹാർ ജയിലിൽ നിന്നും പുറത്തേക്കിറങ്ങി. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി തിഹാർ ജയിലിന് മുൻപിലെത്തിയിരുന്നത്. ശേഷം അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് തന്റെ ജീവിതം തന്നെ താൻ രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. തന്റെ ഓരോ തുള്ളി രക്തവും അത് രാജ്യത്തിനുള്ളതാണ്. തന്റെ ഓരോ ചുവടും അത് സത്യസന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല. താൻ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകുമെന്നാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആദ്യ പ്രതികരണം. ശേഷം ഇന്ന് അദ്ദേഹം നേരെ ജയിലിൽ നിന്ന് അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണ് പോവുക. അവിടെ ചില നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നാളെ മറ്റ് പരിപാടികളൊക്കെ തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചുവെങ്കിൽ പോലും അതിൽ ചില കർശന ഉപാധികൾ കൂടി സുപ്രീം കോടതി വെച്ചിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്ന തലത്തിൽ അദ്ദേഹത്തിന്റെ അധികാരം പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയാത്ത ചില നിർദ്ദേശങ്ങളാണ് വച്ചിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാൻ കഴിയില്ല, ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിൽ പോകാൻ പാടില്ല, ഈ സുപ്രധാന ഫയലുകളിൽ ഒപ്പുവെക്കരുത് എന്നിങ്ങനെ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് വച്ചിട്ടുള്ളത്. ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റിൽ അദ്ദേഹത്തിന് ജാമ്യവും ലഭിച്ചിരുന്നു. പക്ഷേ പിന്നാലെയാണ് CBIയുടെ നീക്കം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കേസ് അദ്ദേഹത്തിന്റെ ഹർജി പരിഗണിക്കവേ, അതിൽ വിധി പറയവേ, ഈ രണ്ടംഗ ബെഞ്ചിലെ 2 ജസ്റ്റിസുമാരും 2 പ്രത്യേക അഭിപ്രായങ്ങളാണ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. അതിൽ ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം ഈ CBIയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഉജ്ജ്വൽ ഭുയാൻ അദ്ദേഹം വളരെ വിമർശനാത്മകമോടെ തന്നെയാണ് സുപ്രീം കോടതിയിൽ അദ്ദേഹം അത്തരത്തിലേക്കുള്ളൊരു നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള ചില വിമർശനങ്ങളുമാണ് ഉയർത്തിയിരുന്നത്. അതായത് ED കേസിന് പിന്നാലെ ഈ ഒരു CBIയുടെ ഒരു നീക്കം അത് അരവിന്ദ് കെജ്രിവാളിനെ പുറത്ത് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണോ എന്ന് ചില സംശയമുണ്ടെന്ന തരത്തിലൊക്കെ തന്നെയാണ് വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും അതിന് പിന്നാലെയാണ് ഈ രണ്ടംഗ ബെഞ്ച് കർശന ഉപാധികളോടും നിർദ്ദേശങ്ങളോടും കൂടി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പുറത്തിറങ്ങിയ കെജ്രിവാളിന് വലിയ സ്വീകരണമാണ് പ്രവർത്തകരടക്കം ഒരുക്കിയിരുന്നത്. ഒപ്പം തന്നെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശം കൂടിയാണ് അവർക്ക് നൽകുന്നത്. SK